പാലക്കാട് ഡിവിഷൻ വിഭജനത്തിന് പിന്നാലെ തിരുവനന്തപുരം ഡിവിഷനെയും വിഭജിക്കാനുള്ള നീക്കമുണ്ടെന്ന വാർത്തകളാണ് വരുന്നത്. മധുരൈ തിരുവനന്തപുരം ഡിവിഷനുകളെ വിഭജിച്ച് തമിഴ്നാട് ആസ്ഥാനമായി പുതിയൊരു ഡിവിഷൻ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ചിന്താ ജെറോം റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഈ കേരളത്തെ റെയിൽവേ വലിയ തോതിൽ പരിഗണിക്കുന്നില്ല എന്ന വലിയ ആക്ഷേപം കുറേ നാളായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഡിവിഷനുകൾ പോലും വെട്ടിമുറിക്കുന്നൊരു സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത്. ഇത് റെയിൽവേ വികസനം ഇല്ലാണ്ടാക്കാനുള്ളൊരു നീക്കമാണോ? ഇത് കേരളത്തോടുള്ള കടുത്ത അവഗണനയാണ്. കാരണം കേരളം പോലൊരു സംസ്ഥാനം ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അതിനനുസൃതമായി ഉയർന്നു പ്രവർത്തിക്കുന്നില്ല എന്ന ആരോപണവും ഡിവൈഎഫ്ഐക്ക് ഈ ഘട്ടത്തിൽ പറയാനുണ്ട്. കാരണം പാലക്കാട് ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ എംപിമാർ ഒരു വാർത്തയ്ക്ക് സൃഷ്ടിക്കുന്നതിനപ്പുറത്തേക്ക് ശക്തമായ ഒരു സമീപനം സമരമാർഗങ്ങളിലേക്കും കൂടുതൽ തീവ്രമായ സമരങ്ങളിലേക്കും പോകേണ്ടതുണ്ട് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അവർ ഒരു പ്രസ്താവനയിലോ അല്ലെങ്കിൽ ഒരു വാർത്തയ്ക്ക് വേണ്ടിയുള്ള സമരത്തിനകത്തോ മാത്രം ഒതുങ്ങിപ്പോകരുത്. കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പം നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ നടുവൊടിക്കുന്ന നിലയിലേക്കുള്ളൊരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം എല്ലാ വിഭാഗത്തിൽ നിന്നും ഉയർന്നു വരണം. ഡിവൈഎഫ്ഐ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നു, സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന എല്ലാ സമരങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ നടത്തുന്ന എല്ലാ പ്രക്ഷോഭങ്ങളിലും ഡിവൈഎഫ്ഐയുടെ പൂർണ്ണ പിന്തുണ. പക്ഷെ അത്തരത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഉയർന്നു വരുന്നില്ല. ഒരു കത്തയച്ചതുകൊണ്ട് മാത്രമൊന്നും ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് പാലക്കാട് ഡിവിഷൻ വിഭജനത്തിന് ശേഷം ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്ന പുതിയ വാർത്ത. തിരുവനന്തപുരം ഡിവിഷനെ സംബന്ധിച്ചും അത്തരത്തിലൊരു സമീപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അതൊരു സാധ്യത എന്നുള്ള വാർത്ത മാത്രമാണെങ്കിലും അത് ആശങ്കപ്പെടുത്തുന്നതാണ്. അങ്ങനെ കൂടി ഒരു നീക്കം ഉണ്ടാകുകയാണെങ്കിൽ അത് വലിയ തോതിൽ നമ്മുടെ നാടിനെ ബാധിക്കുന്ന വിഷയമാണ്, മലയാളികളെ ബാധിക്കുന്ന വിഷയമാണ്. ഇതിൽ തീവ്രമായ നിലപാട് എല്ലാവരും ഒരുമിച്ച് നിന്ന് എടുക്കണം, ശക്തമായ നിലപാടെടുക്കണം. നമ്മളെ അവഗണിക്കുന്നു നമുക്ക് തോന്നുന്നുണ്ടോ? കാരണം അത്രയും വരുമാനമൊക്കെ നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ എന്നിട്ട് പോലും അവഗണന ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. കുറച്ച് നാളുകളായി കേരളത്തിലെ ജനങ്ങളോട് കടുത്ത അവഗണനയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ വികസനത്തെ തടയുന്നതിന് വേണ്ടി നേരത്തെ വിഹിതം നമുക്ക് നൽകുന്നതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് വലിയ അമാന്തമാണ് ഉണ്ടായത്. ഇപ്പോഴും നമുക്ക് തോന്നുന്നത് നമ്മുടെ നാടിനോട് അങ്ങേയറ്റം ഒരു വേർതിരിവ് കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ കൂടുതൽ സമരപരിപാടിയിലേക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന തലത്തിൽ തന്നെ കടക്കുമോ? ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട് ശക്തമായ സമരവുമായിട്ടാണ് ഡിവൈഎഫ്ഐ മുമ്പോട്ട് പോയത്. പാലക്കാട് ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടന്നു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ നേതൃത്വവും എല്ലാം ആ സമരരംഗത്തുണ്ടായിരുന്നു. നമ്മുടെ സഖാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. വനിതാ ലീഡർഷിപ്പ് ഉൾപ്പെടെ ഇപ്പോൾ പാലക്കാട് ഷിബി, അവിടുത്തെ വനിതാ ആയിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റാണ്. ഷിബിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്തതിന് ശേഷം വളരെ ശക്തമായ സമരം തുടർന്നു. അപ്പോൾ ഇതൊരു വലിയ പ്രയാസമായി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന, ഈ നാടിൻ്റെ വികസനത്തെ ബാധിക്കുന്ന പ്രശ്നമായി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ സംസ്ഥാനത്താകെ സമരത്തിന് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. എന്തായാലും ഈ പരിപാടികളുമായി റെയിൽവേ ഡിവിഷൻ വിഭജനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ സമര പരിപാടിയിലേക്ക് കടക്കുമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. ഒപ്പം തന്നെ കേവലം കത്തയച്ചുകൊണ്ട് വാർത്തയാകാൻ സമരം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും ചിന്താ ജെറോം സൂചിപ്പിക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് എ വി ജയശങ്കർ.